ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ കോമളം പാലവേ. ഇത്രയും വെള്ളമായിട്ടുണ്ട്. ഇതിന് നോക്ക്, ഇവിടെ എല്ലാം വെള്ളമാണേ. ഇവിടെ എല്ലാ ആൾക്കാരാണ്. നോക്ക്, അപ്പുറത്ത് അവിടാണ് കോമളം അമ്പലം. അവിടെ അമ്പലത്തിൻ്റെ അവിടെ എല്ലാം വെള്ളമാണ്. നമുക്ക് അപ്പുറത്തോട്ട് നിന്നിട്ട് കാണിച്ചു തരാവേ. ഇതാണ് നമ്മുടെ കോമളം പാലം. പാലത്തിൻ്റെ അവിടെ ആളാണ്. ഈ പാലമാണ് നമ്മുടെ പൊളിഞ്ഞു വിട്ട് വീണ്ടും പണിഞ്ഞെടുത്തത് അല്ലേ ചാ? നല്ല വെള്ളമാണേ. ഇതേ കണ്ടോ, അവിടെ ഇട്ട് ഇടിഞ്ഞു പോയത് കണ്ടോ. അതായിരുന്നു പാലം, അവിടെ ആയിരുന്നു ഇടിഞ്ഞു പോയത്. അവിടെയാണ് അമ്പലത്തിൻ്റെ അവിടെ. അവിടെ ആ താന്ന് കിടക്കുന്ന അമ്പലപ്രദേശം കേട്ടോ. അവിടെയാണ് വെള്ളം കയറിയേക്കുന്നത്. കാണത്തില്ല കേട്ടോ, അപ്പുറത്തൂടെ പോയിട്ട് നമ്മൾ കാണിച്ചത്. ഇതെല്ലാം ആൾക്കാർ വെള്ളം കയറുന്നത് കാണാനായിട്ട് വന്ന് നിൽക്കുക കേട്ടോ. പ്രളയത്തിന് പോയ പാലമാണിത്. ഇത് പ്രളയത്തിന് പോയ പാലമാണ്. പാലം പണിഞ്ഞെടുത്തേക്കുന്നുണ്ടോ. ഇതുണ്ടോ, മഴ പെയ്യാറായിരുന്നു. നോക്കണ്ട, ഇന്നലെ ഭയങ്കര മഴയായിരുന്നു, നിർത്താതെ മഴയായിരുന്നു. ഇപ്പൊ വീണ്ടും പിന്നെയും മഴ പെയ്യുമെന്ന് തോന്നുന്നു. രാവിലെ ഭയങ്കര ചാറ്റലായിരുന്നേ, ഇപ്പൊ വീണ്ടും ചാറ്റലാണ് മഴ. നമ്മളെല്ലായിടത്തും പോയിട്ട് കാണിച്ചു തരുന്നതായിരിക്കും എവിടെയൊക്കെ വെള്ളം കയറുന്നത്. ഇതിപ്പോൾ കോമളം പാലത്തിൻ്റെ അവിടെ എല്ലാം, അമ്പലത്തിൻ്റെ അവിടെ എല്ലാം വെള്ളം കയറി കിടക്കുവാണേ. പിന്നെ അവിടെ എല്ലാം വീടുകളിൻ്റെ അവിടെ എല്ലാം കയറിയിട്ടുണ്ടേ. ഇത്രയും കട്ടിക്കാണ് വെള്ളം ഒഴുകുന്നത്. മഴ പെയ്യും തോന്നുന്നു, നല്ല രീതിയിൽ ഇപ്പം മഴ പെയ്യും. ഇവിടെ എല്ലാം നല്ല ഓണക്ക് നല്ല ഒഴുക്കണ്ടോ. വേസ്റ്റൊക്കെ പോകുന്നുണ്ട് കേട്ടോ, നല്ല രീതിയിൽ വേസ്റ്റും പോകുന്നുണ്ട്, നല്ല ഒഴുക്ക് കാരണം. ഇത് കല്ലുപാലമാണേ. ഇത് കല്ലുപാലത്തിൻ്റെ അവിടെയാണ് വെള്ളം കയറിയേക്കുന്നത്. റോഡിലോട്ട് വെള്ളം കയറിക്കൊണ്ടിരിക്കതേ ഉണ്ടോ, വണ്ടിയൊക്കെ പോകുന്നുണ്ടോ. എനിക്ക് വണ്ടി വരുന്നുണ്ട്. ഇത് ആറ്റിന്ന് വരുന്ന വെള്ളമാണേ. ആറ്റിന്നുണ്ട് ഉണ്ടോ നോക്കത്. അവിടെ എല്ലാം കണ്ട ആറ്, ആറ്റി അവിടെ എല്ലാം ആറാണേ. ആറ്റിന്ന് ഇങ്ങോട്ട് റോഡിലോട്ട് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. കല്ലുപാലമാണ് ഇവിടെ. ഇത് വെണ്ണിക്കുളം കല്ലുപാലത്താണേ. ഇവിടെ എല്ലാം തടിയെല്ലാം കെട്ടിയിട്ടേക്ക്. വേണ്ട വേണ്ട, തടി ഒഴുകി പോകാതെ കെട്ടിയിട്ടേക്കുവാണേ. കെട്ടിയിട്ട തടിയല്ലേ എല്ലാം കാണിച്ചു തരാം. ഇതല്ലാണ്ടേ ഇതണ്ട തോട്ടിൽ കയറിയതാണേ. ഇതൊരു വീടാണേ. ഇത് തോടിൻ്റെ ഇവിടെ എല്ലാം കയറിയതാണേ. ഇതില് ഞാൻ രാവിലെ ഇതിനു മുമ്പ് കയറാൻ തുടങ്ങിയതോ. അവിടെ വരെ ഉണ്ടോ? 2018 വെള്ളോ? ആ, ഇവിടെ എല്ലാം മുങ്ങിയായിരുന്നു. ഈ ലെവല് വെള്ളമായിരുന്നു അല്ലേ? പ്രളയത്തിന് ഈ ലെവല് വെള്ളമായിരുന്നു. ആ, ഇതിപ്പോ ആറ്റിന്ന് കയറി വരുന്ന വെള്ള. ആ,
അപ്പം ആ പാമ്പോ ശരി ശരി. ദേ, അങ്ങോട്ടൊന്നും പോകാൻ പറ്റത്തില്ല, അവിടെ എല്ലാം വെള്ളമാണ്. റോഡിലല്ല, അവിടെയൊക്കെ അവിടെ ഒരു റോഡൊക്കെ ഉണ്ട്, അവിടെ എല്ലാം വെള്ളമാണ്. പിന്നെ ഇവിടെയുള്ള ആൾക്കാരൊക്കെ വലയിട്ട് മീനെ പിടിക്കട്ടെ, എന്നെ എല്ലാവർക്കും ഒക്കെ ഒരു സന്തോഷമൊക്കെ കാണിച്ചരേ. ഇതാ അവിടെല്ലാം വെള്ളമാണേ. അങ്ങോട്ട് റോഡാണേ, അങ്ങോട്ടും കിട്ടോ, അങ്ങോട്ടെല്ലാം റോഡാണ് കണ്ടോ, അങ്ങോട്ടങ്ങ് ഇടുക. ഫുള്ള് വെള്ളമാണ്, അങ്ങോട്ട് റോഡാണ്, വീടുകളുണ്ട്. ഇത് കണ്ടോ, ഇത് വെണ്ണിക്കുളം ഓട്ടോ സ്റ്റാൻഡാണ്. ഇത് കണ്ടോ, ഇത് തോടാണ്, തോടിൻ്റെ അവിടെല്ലാം വെള്ളമാണ്. ഇതാ ഇവിടെ എല്ലാം വെള്ളം കയറിയേക്കും കേട്ടോ, മനസ്സിലേ. പാലം മുട്ടാറായ വെള്ളമായി ഈ കടയുടെ അടിഭാഗം വേണ്ട. ഗൈസ്, വെണ്ണിക്കുളത്തെ അവസ്ഥ കാണിച്ചു തരാവേ. ഇപ്പം രാത്രി വന്നാണ് എടുക്കുന്നത്, രാത്രിയിലൊരു 6 മണിയായില്ലേ, 6:30 ഉണ്ട്. ഇത് കണ്ടോ വെണ്ണിക്കുളം, തോടിൻ്റെ അവിടെ ഉണ്ട്, ഇങ്ങോട്ട് റോഡിലോട്ട് കയറാറായി നിൽക്കും കേട്ടോ. കണ്ടോ, ഇവിടെ കുറേ മരത്തടികളൊക്കെ അവർ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതിൽ ഒഴുകിപ്പോയേ. ഇവിടെ അല്ല, ഞങ്ങളിനി കോവളം പാലത്തിൻ്റെ അങ്ങോട്ട് പോവാണേ. വെല്ലയിലോട്ട് പോകാൻ ആൾക്കാർ പെട്ട് നിൽക്കും കേട്ടോ, ഒരുപാട് പേരുണ്ട് ഇവിടെ. ഇവിടെ എല്ലാം വെള്ളമായി. പോളി കോളേജിലോട്ട് പോകുന്നതാണേ, തിരുവല്ലയിലോട്ട് പോകുന്ന വഴിയാണേ. വണ്ടി ഒന്നും അവിടെ നിന്ന് ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പോകത്തില്ല, ഇവിടെ എല്ലാം വണ്ടി കിടക്കുവാണ്. ഇതുണ്ട് പോളി കോളേജിലോട്ട് പോകുന്നതാണേ. ഇതെല്ലാം ആറ്റിൽ നിന്ന് വരുന്ന വെള്ളമാണേ, ഫുള്ളും ആറ്റിൽ നിന്ന് വെള്ളമാണേ. ഇത് നോക്കി വെള്ളം ഇവിടെ അവിടെ വരെ വണ്ടി വന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പോണേ. വിളിക്കുന്നു ഇവിടെ എല്ലാം വെള്ളമാണ്. അവിടെ വരെ ഉള്ളു വെള്ളം, നമുക്ക് ഇവിടെ മുട്ടിന് പണ്ടയ്ക്ക് വെള്ളമാണ്. നടന്നു പോകുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ. രണ്ടുപേരും വിറച്ചു പോകുന്നു. ഇവിടെ മഴയുടെ ഇതായതുകൊണ്ട് ഇരുട്ടും കൂടെ ആയിക്കുവാണ്, ഭയങ്കര ഇരുട്ടായിക്കുവാണ്. പിന്നെ സന്ധ്യ ആയതിൻ്റെ ഇരുട്ടും ഉണ്ട്. പിന്നെ ഇവിടോട്ട് അങ്ങോട്ട് കുറച്ച് കിളത്തമില്ലാത്തതുകൊണ്ട് രാവിലെ വന്ന് കണ്ട കോമളം അമ്പലമാണേ. സ്റ്റെപ്പിൻ്റെ അവിടെ വരെ ഇപ്പോൾ വെള്ളമായത്, റോഡിലോട്ട് കയറാറായി നിൽക്കുക. ഇങ്ങനെയുണ്ട് വെള്ളം. ഇവരുടെ വീട്ടിലെല്ലാം വെള്ളം കയറി. ഇത് ഇവിടെ എല്ലാം ഭയങ്കര മഴയാണ്. ഞങ്ങളാണെങ്കിൽ ഉച്ചയ്ക്ക് ഇങ്ങോട്ട് ഇറങ്ങണമെന്ന് ഓർത്ത് കേട്ടോ. ഞങ്ങൾ ഉച്ചയ്ക്ക് മഴ കാരണം ഒന്നും ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഇത് കാരണം ഞങ്ങളിതേ ഇപ്പോൾ വന്ന് നോക്കുക കേട്ടോ. ഞങ്ങളൊരു 6 മണിക്ക് ഇറങ്ങിയതാണ് ഇവിടെല്ലാം നോക്കാനായിട്ട്. അപ്പോഴത്തേക്കിനും ഇവിടെല്ലാം വെള്ളം കയറി കഴിഞ്ഞിരിക്കുന്നു. ഉച്ചയോടെ ഇവിടെല്ലാം വെള്ളം കയറി കേട്ടോ. ഇപ്പോഴും വെണ്ണിക്കുളത്ത് ഇവിടെല്ലാം മഴ നടക്കും കേട്ടോ, നല്ല മഴയാണേ. നമ്മൾ ഇവിടെ പോവാണ്. ഇവിടെല്ലാം വെള്ളമാണ്, അപ്പുറത്തൊന്നും ഇപ്പുറത്തൊന്നും വണ്ടിയൊന്നും വരത്തില്ല. എങ്ങനെ ഉണ്ടായിരുന്നു വെള്ളം? അതെ, കുറച്ചും കൂടെ മുന്നോട്ടായപ്പോൾ ഇത്രയായി, കാല് പൊത്തുന്നതായിരുന്നു കേട്ടോ. ആറ്റിലെ വെള്ളം ഉണ്ട്, നല്ല തണുത്ത വെള്ളം, നല്ല തണുപ്പാണേ. അതുകൊണ്ട് അവരൊക്കെ അവിടെ നടന്നിരുന്നുണ്ടോ, അവിടെയൊക്കെ അത്രയും വെള്ളമുണ്ടേ.
അവിടെ നിന്ന് ആൾക്കാരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ നോക്കുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനായിട്ടേ. പക്ഷെ നല്ല വെള്ളമാണേ. നമ്മളതിൻ്റെ ഒരു കര കിട്ടി, നമ്മൾ ഈ കരയിലോട്ട് കയറും കേട്ടോ. ഇവിടെ വെള്ളമാണേ, മൊത്തം വെള്ളമാണ്, വെള്ളം ചുറ്റപ്പറ്റി കിടക്കുവാണേ. അങ്ങോട്ട് നല്ല വെള്ളമുണ്ട്. നമ്മൾ അമ്പലത്തിൽ പൂ വെക്കാൻ വന്നതാണേ. പക്ഷെ അങ്ങോട്ട് നല്ല വെള്ളമുണ്ട്. ഇപ്പം തന്നെ നമ്മൾ മുട്ടിനെ മണ്ടയ്ക്ക് വെള്ളമായി. അങ്ങോട്ട് പോകാൻ പറ്റുമോ എന്നറിയത്തില്ല. അമ്മ എല്ലാം പറക്കി വെക്കുക, എല്ലാം പറക്കി വെക്കണമേ. വെള്ളം എല്ലാം കയറുന്നോണ്ടാണോ? വെള്ളം കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നനയും. ഇതെല്ലാം കണ്ട അമ്മ എല്ലാം പറക്കി വെക്കുകയാണേ. വെള്ളം കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തം നനഞ്ഞു. അതുകൊണ്ട് അമ്മ പൂ വരെ എടുത്ത് ഇതിനെ മണ്ടയ്ക്ക് വെച്ചിട്ട് എല്ലാം എടുത്ത് വെച്ചോണ്ടിരിക്കുകയാണ്. എല്ലാം എടുത്ത് വെക്കുകയാണേ. കടയിലെ താഴെ, ഇവിടെ താഴെ ഇരുന്ന് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം ഇനിയും വെള്ളം അങ്ങനെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വെണ്ണിക്കുളത്ത് കുറച്ച് കടകളിലെല്ലാം വെള്ളം കയറി കഴിഞ്ഞു. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ റോഡിൽ നിന്ന് ഇങ്ങോട്ട് കാണിച്ചു തരാം. റോഡിൽ നിന്ന് ഇങ്ങോട്ട് വെള്ളം കയറാറായിട്ട് നിൽക്കുവാണ് ഓൾമോസ്റ്റ്. വെള്ളം ഇത്ര ഉള്ളു, അതെ കുറച്ച് വെള്ളമേ ഉള്ളെന്ന് ചേട്ടന്മാർ പറയാം. കുറച്ച് വെള്ളമേ ഉള്ളെന്ന്. ഇതാ കണ്ട വെള്ളം ഓൾമോസ്റ്റ് വെണ്ണിക്കുളത്തോട്ട് ഇങ്ങോട്ട് കയറി കാണാൻ പറ്റുമോ അറിയത്തില്ല. ഇത് തിട്ടയുടെ ഇവിടെ ആയിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ ഇങ്ങോട്ട് വെള്ളം ജംഗ്ഷനിലോട്ട് കയറാമെന്ന് പറഞ്ഞ് നിൽക്കുവാണേ. പറയാൻ പറ്റത്തില്ല എപ്പോഴാണ് വെള്ളം കയറുന്നത്. രാത്രി എന്തായാലും വെള്ളം കയറും. ഞങ്ങൾ പുറമറ്റത്തോട്ടൊക്കെ പോയപ്പോഴത്തേന് അമ്പലത്തിന് അങ്ങോട്ട് പോയി, പുറമറ്റ അമ്പലത്തിന് അങ്ങോട്ട് പോയപ്പോൾ അരയറ്റം വെള്ളം ഉണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ നടക്കാൻ പറ്റത്തില്ല, നീന്തണം, അങ്ങനെ ആവുന്നൊരു അവസ്ഥയിലായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ പൂ വെച്ചില്ല, ഞങ്ങൾ പൂ വെക്കാതെ ഉണ്ട് വന്നിട്ടോ. ഇവിടെ നല്ല മഴയായിരുന്നേ. മഴയെല്ലാം കഴിഞ്ഞ് നമ്മൾ തന്നെ വീട്ടിലോട്ട് പോവാണേ. ഇനി നമുക്ക് രാവിലെ ഇറങ്ങി നോക്കാം. ഇവിടെ എല്ലാം വെള്ളമാണ്ടോ. നമ്മളിനി മഴയിനിട്ട് വീട്ടിലോട്ട് പോവാണേ. ഇനി നമ്മൾ ഇനിയിവിടെ നിന്നിട്ടും കാര്യമില്ല, എല്ലാവരും കയറി പോവുക കേട്ടോ. കാരണം ഇനിയും വെള്ളം കൂടിക്കൂടി വരണം, കുറേ നല്ല വെള്ളം കൂടിക്കൂടി വരണം. അപ്പം നമ്മളിനി നാളെ രാവിലെ ഇനി വന്ന് ഇറങ്ങി നോക്കണം കടയിലെല്ലാം വെള്ളം കയറിയില്ല എന്നുള്ളത്. രാത്രി മഴ